ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ജനുവരി 5 തീയതി ഞായറാഴ്ച മുതൽ 11 തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ ധനുരാശിയിൽ പൂരാടം ഉത്രാടം ഞാറ്റുവേലകളിലും ചന്ദ്രൻ ശുക്ലപക്ഷ ഷഷ്ടി മുതൽ ത്രയോദശി വരെ പൂരുരുട്ടാതി മുതൽ മകയിരം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ വക്രഗതിയിൽ രോഹിണിയിലും ചൊവ്വ കർക്കിടകത്തിൽ പൂയത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ബുധൻ ധനുരാശിയിൽ മൂലം നക്ഷത്രത്തിലും ശുക്രൻ കുംഭൻ രാശിയിൽ ചതയം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രനും ശനിയും 11 സഞ്ചരിക്കുന്നതിനാൽ മനസ്സന്തോഷവും ഭോഗസുഖവും അനുഭവപ്പെടും. വാരം ആദ്യം മനസ്സുഖം കുറയുന്നതായി തോന്നും. ചിന്തകൾ കാടുകയറും. വാരം രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ സുഗമമാകും. സ്ത്രീ സൗഹൃദം മൂലം നേട്ടങ്ങൾ വന്നുചേരും. ന്യായമായ കാര്യങ്ങൾ നടന്നു കിട്ടും. ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നതാണ്. തൊഴിൽ മേഖലയിൽ മേധാവിത്വം നിലനിർത്തുവാൻ കഴിയും. ശത്രുക്കൾ നിഷ്പ്രഭരാകും. കാര്യനിർവഹണം അനായാസമാകും. സാമ്പത്തികമായി മേന്മയുണ്ടാകുന്ന വാരമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ സാധ്യമാകും. കുടുംബാംഗങ്ങളുടെ എല്ലാവിധ പിന്തുണയും ലഭിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാനും പുതിയതായി ചിലതൊക്കെ പഠിക്കുവാനും കഴിഞ്ഞേക്കും. നിലപാടുകൾക്കും കാഴ്ചപ്പാടുകൾക്കും ആദരവും അംഗീകാരവും ലഭിക്കും. മറ്റുള്ളവരുടെ വികാരങ്ങളിൽ മനസ്സലിവുണ്ടാകും. പങ്കാളിത്ത ബിസിനസ്സിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കും. അനുബന്ധ തൊഴിലുകളിലൂടെ സാമ്പത്തികമായി കൂടുതൽ നേട്ടം ലഭിക്കും. പഴയ ഗൃഹോപകരണങ്ങൾ വിൽക്കുകയും പുതിയത് വാങ്ങുകയും ചെയ്യും. കലാപരമായ സിദ്ധികൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും. പ്രണയികൾക്ക് വാരം അനുകൂലമാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളിൽ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. മൂല്യചോഷണം വരാതെ തന്നെ പ്രായോഗികമായി ചിന്തിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കും. കുടുംബത്തിലെ മുതിർന്നവരുടെ അഭിപ്രായം മാനിക്കും. ഉപരിപഠന കാര്യത്തിൽ തത്സംബന്ധമായ സ്ഥാപനങ്ങളുടെ ഉപദേശം സ്വീകരിക്കും. സമൂഹത്തിൻ്റെ പ്രതികരണങ്ങളോട് നിഷ്ക്രിയത്വം പാലിക്കും. ധനക്ലേശത്തിന് അയവുണ്ടാകും. ധനാഗമ മാർഗങ്ങൾ പുഷ്ടിപ്പെടും. ബന്ധുക്കളുടെ തർക്കത്തിൽ മധ്യസ്ഥം വഹിക്കും. പുതിയ പ്രതീക്ഷകൾക്ക് മങ്ങലുണ്ടായേക്കും. മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങളും നേരിട്ടേക്കാം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യം അത്ര എളുപ്പമായേക്കില്ല. പ്രതീക്ഷിച്ച കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാകും. എന്നാൽ ചില ദുർഘട വിഷയങ്ങൾ വേഗം കരഗതമാകുകയും ചെയ്യും. അധ്വാനം വിലമതിക്കപ്പെടും. ഉദ്യോഗസ്ഥർക്ക് ഒപ്പമുള്ളവരുടെ പ്രോത്സാഹനവും പിന്തുണയും ലഭിക്കും. വ്യാപാരത്തിൽ സാമ്പത്തിക ലാഭം വന്നെത്തും. കരാറുകൾ പുതുക്കി ലഭിക്കുന്നത് ആശ്വാസകരമാകും. ഏജൻസി കമ്മീഷൻ മേഖലകളിൽ വിപുലീകരണം സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും. ആഴ്ചമധ്യം മനക്ലേശം അധികരിച്ചേക്കാം. പണച്ചെലവ് വർദ്ധിക്കും. ചില ദിവസങ്ങളിൽ സുഖഭക്ഷണ യോഗവും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രാരാബ്ധങ്ങൾ വർദ്ധിക്കുന്നതായി തോന്നും. വരവും ചെലവും പൊരുത്തപ്പെടാതെ വിഷമിക്കും. ചുമതലകൾ എങ്ങനെ പൂർത്തിയാക്കും എന്ന് മനസ്സിനെ ആകുലപ്പെടുത്തും. എന്നാലും അനുകൂലമായ അനുഭവങ്ങൾ തന്നെയാകും അധികവും ലഭിക്കുക. നല്ലത് പറയാനും നേർവഴി നിർദ്ദേശിക്കുവാനും ആളുകൾ ഉണ്ടാകുന്നതാണ്.
ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കില്ല. പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കും. സന്താനങ്ങളുടെ ജോലി കാര്യത്തിൽ ശുഭവാർത്ത എത്തും. മുതിർന്നവർക്ക് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ഒരു തലമുറയെ കൂടി കാണുവാനുള്ള വാർത്ത ലഭിക്കും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂലമായ ഫലങ്ങൾക്കാകും മുൻതൂക്കം ലഭിക്കുക. മുൻപ് പരിശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ലഘു പ്രയത്നത്താൽ സാധ്യമാകും. സംഘടനകളിൽ നിലപാടുകൾക്ക് അംഗീകാരം ലഭിക്കും. കച്ചവട രംഗം ലാഭകരമാകും. കുടുംബജീവിതത്തിൽ ക്ലേശങ്ങൾ അകന്ന് സന്തോഷവും സംതൃപ്തിയും നിറയും. ബന്ധുസമാഗമത്തിൽ സന്തോഷമുണ്ടാകും. കലാമത്സരങ്ങളിൽ അഭിനന്ദിക്കപ്പെടും. ധനവിനിയോഗത്തിൽ ശ്രദ്ധയുണ്ടാകണം. അവിചാരിതമായി പല ചെലവുകളും വന്നുചേരും. യാത്രകൾ ക്ലേശകരമായേക്കും. പ്രവൃത്തികളിൽ കൃത്യത പാലിക്കാൻ ശ്രദ്ധിക്കണം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രയത്നങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. മത്സരങ്ങളിലും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയം നേടുവാനാകും. സാമൂഹികമായ അംഗീകാരം വർദ്ധിക്കും. വിദ്യാർത്ഥികൾ അലസത വെടിഞ്ഞ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കടം കൊടുത്ത പണം തവണകളായി മടക്കി കിട്ടും. മുടങ്ങിക്കിടക്കുന്ന വേതനമോ ആനുകൂല്യങ്ങളോ കൈവന്നേക്കും. സഹോദരങ്ങളുമായുള്ള ഭിന്നത മധ്യസ്ഥർ മുഖേന രാജിയാകും. സർക്കാർ കാര്യങ്ങളിൽ പലതരം തടസ്സങ്ങൾ അനുഭവപ്പെടും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ദൈവികമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കും. കലോപാസനകളിലൂടെ സന്തോഷം ഭവിക്കുന്നതാണ്. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പഴയകാല അനുഭവങ്ങളിൽ മനസ്സ് വ്യാപരിക്കും. ജീവിതത്തിൻ്റെ സുഖവും ദുഃഖവും നിറഞ്ഞ ഇരുവശങ്ങളെയും കുറിച്ചോർക്കുവാൻ അവസരം ഉണ്ടാകും. ജീവിതയാത്രയിലെ തീരുമാനങ്ങൾ തെറ്റാകുമോ എന്ന് സന്നിഗ്ധരായേക്കും. എന്നാലും ഉറപ്പായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാഹചര്യം അനുവദിക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും അതിൽ സന്തോഷം അനുഭവിക്കുകയും ചെയ്യും. സ്വയം തൊഴിൽ മേഖലയിൽ ലാഭം കുറഞ്ഞാലും വരുമാനത്തിൽ കുറവുണ്ടാകില്ല. വിശ്രമത്തിന് ആവശ്യമായ സമയം ലഭിക്കും. മംഗളകർമ്മങ്ങളിൽ സകുടുംബം പങ്കെടുക്കുവാനാകും. ധനപരമായി ചില ക്ലേശങ്ങൾ വന്നുചേരും. സാമ്പത്തിക ഇടപാടുകളിൽ ഒരു കരുതൽ വേണം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകും. പ്രതീക്ഷകൾ പൂവണിയുന്ന കാലമാണ്. കർമ്മരംഗത്ത് വ്യക്തിപരമായ മുന്നേറ്റം ഭവിക്കുന്നതായിരിക്കും. ഉദ്യോഗത്തിൽ സംതൃപ്തി ഉണ്ടാകും. മേലധികാരികളുടെ പ്രീതി നേടും. ദാമ്പത്യരംഗത്ത് അലോരസങ്ങൾ അകലുന്നതാണ്. പ്രണയികൾക്ക് സന്തോഷിക്കാൻ അവസരമുണ്ടാകും. ദൗത്യങ്ങളിൽ വിജയം ഭവിക്കും. കലാകാരന്മാർക്ക് ഭാവനയ്ക്കനുസരിച്ച് അവ ആവിഷ്കരിക്കുവാൻ കഴിയുന്നതാണ്. ഉപേക്ഷിച്ചെന്ന് കരുതിയ കിട്ടാക്കടങ്ങൾ കുറച്ചെങ്കിലും തിരികെ കിട്ടിയേക്കും. ചിട്ടി, നറുക്കെടുപ്പ്, ലോട്ടറി, ഇൻഷുറൻസ് ഇവയിലൂടെ ധനാഗമം സാധ്യമാകും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും അനുഭവത്തിൽ വരിക. തൊഴിൽ മേഖലയിൽ സമാധാനം ഉണ്ടാകും. പുതിയ ദൗത്യങ്ങൾ ഒന്നും ഏറ്റെടുക്കേണ്ടതായി വരില്ല. സുഹൃത്തുക്കളുടെ സർവാത്മന ഉള്ള സഹകരണം ലഭിക്കും. വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടാൻ ശ്രദ്ധിക്കണം. സാമ്പത്തിക സഹായം തേടി ബന്ധുക്കൾ സമീപിച്ചേക്കാം. അത് നൽകാൻ കഴിയാത്തതിനാൽ അവരുടെ അനിഷ്ടം നേരിടേണ്ടതായി വന്നേക്കാം. ദിനചര്യകൾ താളം തെറ്റും. സന്താനങ്ങളുടെ നിർബന്ധ ബുദ്ധി മൂലം മനക്ലേശത്തിന് സാധ്യതയുണ്ട്. സാധാരണ കാര്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല. ആഴ്ച അവസാന ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നിർവഹിക്കുവാൻ സാധിക്കും. നവസംരംഭങ്ങൾക്ക് സാങ്കേതിക വിദഗ്ധരുടെ ഉപദേശം തേടും. പാരമ്പര്യ തൊഴിലുകളിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയും. ബന്ധുക്കളുടെ ആശയക്കുഴപ്പം പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകും. സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ പല ആലോചനകളും ഉണ്ടാകും. പങ്കാളിത്ത ബിസിനസ്സിൽ അപ്രിയം തോന്നിത്തുടങ്ങും. പ്രണയികളുടെ ഹൃദയബന്ധം സുദൃഢമാകുന്നതാണ്. വായ്പാ തിരിച്ചടവിന് മുടക്കം വരില്ല. അമിതമായ ആത്മവിശ്വാസം അപകടം ഉണ്ടാക്കിയേക്കും. കഫജന്യ
രോഗങ്ങൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ സൂര്യന് ബുധനുമായി യോഗം വരികയാൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. മനക്ലേശത്തിന് പരിഹാരം വന്നുചേരും. വ്യാപാര കാര്യങ്ങൾക്കായി യാത്രകൾ വേണ്ടിവരും. ഉപകാരം ചെയ്തു കൊടുത്തവർ അപ്രകാരം ചെയ്യുന്നത് തിരിച്ചറിയും. പൊതുപ്രവർത്തകർക്ക് ജനവിശ്വാസം ആർജിക്കുവാൻ കഴിയും. പ്രവർത്തന മേഖലയിൽ കൂടുതൽ ആത്മാർത്ഥത ഉണ്ടാകും. ഔദ്യോഗിക രംഗത്ത് കൂടുതൽ പരിശീലനത്തിന് തയ്യാറാകേണ്ടതായി വരും. യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കുടുംബാംഗങ്ങളെ പ്രേരിപ്പിക്കും. സാമ്പത്തികമായി വാരം അനുകൂലമാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതിസന്ധികളിലും ആദർശം ഉപേക്ഷിക്കാൻ മനസ്സ് അനുവദിക്കില്ല. എന്നാൽ പ്രായോഗികമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. കച്ചവടക്കാർ ഉപഭോക്താവിൻ്റെ താൽപ്പര്യത്തിന് ചെവി കൊടുക്കുവാൻ സന്നദ്ധത കാട്ടും. പുണ്യകർമ്മങ്ങളിൽ പങ്കാളിയാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മോശമാകില്ല. ശുക്രൻ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സ്ത്രീകളുടെ ശത്രുത സമ്പാദിക്കാൻ ഇടയുണ്ട്. പ്രണയകാര്യത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ്. ഭൂമിയിൽ നിന്നും ചെറിയ ആദായമെങ്കിലും കൈവശമെത്തും. മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും. പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും. എഴുത്തുകാർക്കും നിരൂപകർക്കും ശോഭിക്കുവാൻ കഴിയും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് തിളക്കമാർന്ന വിജയം നേടുവാൻ കഴിയും. എല്ലാ കാര്യത്തിലും പ്രായോഗിക പരിജ്ഞാനം തുണയാകും. സുഹൃത്തുക്കളുടെ ഉപദേശം മുഖവിലക്കെടുക്കും. സ്വന്തം നിലപാടുകളിൽ നിന്നും വ്യതിചലിക്കുവാൻ തയ്യാറായേക്കില്ല. മറ്റുള്ളവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയുന്നതാണ്. ഭൂമി സംബന്ധിച്ച് ചെലവുകളുണ്ടാകും. കാർഷിക കാര്യങ്ങളിൽ താൽപ്പര്യവും ചെലവും വന്നുചേരുന്നതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കും. സഹോദരങ്ങളുടെ സഹായം ലഭിക്കുന്നതാണ്. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുകയോ വീട് മൂടി പിടിപ്പിക്കുകയോ ചെയ്യും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ ചുമതല കൂടി ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ്. ബിസിനസ്സിൽ സാമ്പത്തിക പങ്കാളിയെ തേടും. വ്യക്തിത്വത്തിന് ഇണങ്ങാത്ത വ്യക്തികളിൽ നിന്നും വിവേകപൂർവ്വം പിന്മാറും. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥ പരിഹരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമം നടത്തും. സന്താനങ്ങൾക്ക് വേണ്ടി പുതിയ വാഹനം വാങ്ങിയേക്കും. ഭാവിക്ക് വേണ്ടി വ്യക്തിപരമായ ചില പ്രതിജ്ഞകൾ കൈകൊള്ളും. സന്താനങ്ങൾ മുഖേന സന്തോഷം ഭവിക്കും. കലാപരമായ വിജയം അനിവാര്യമാകും. കർമ്മോന്മുഖതയും ഭാവനാശക്തിയും ഉണരും. ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് എന്നിവ മൂലമുള്ള ധനാഗമം പ്രതീക്ഷിക്കാം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആശയവിനിമയത്തിൽ അനർത്ഥം വരാതെ ശ്രദ്ധിക്കണം. സാങ്കേതിക പഠനത്തിൽ താൽപ്പര്യം കൂടും. പുതുമയോടുള്ള ഭ്രമം വർദ്ധിക്കും. സ്ത്രീകളുടെ പിന്തുണ നിർലോഭം ലഭിക്കും. സഹോദരങ്ങൾക്കിടയിൽ നിലനിന്ന തർക്കത്തിന് പരിഹാരമാകും. ഹൃദയ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതിൽ കരുതൽ വേണം. തൊഴിൽ മേഖലയിൽ സ്വസ്ഥത പ്രതീക്ഷിക്കാം. കഴിവും ആത്മാർത്ഥതയും മേലധികാരികൾക്ക് ബോധ്യമാവുന്നതാണ്. വിരോധികളെ തിരസ്കരിക്കും. ദുശീലം ഒഴിവാക്കാൻ പ്രതിജ്ഞയെടുക്കും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. സന്താനങ്ങളുമായുള്ള അഭിപ്രായ ഭിന്നത തുടർന്നേക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിത സാഹചര്യങ്ങൾ തൃപ്തികരമായിരിക്കില്ല. എങ്കിലും പരാതി പറയാതിരിക്കാൻ ശ്രദ്ധിക്കും. അപ്രസക്ത വിഷയങ്ങൾ ഒഴിവാക്കി പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കിട്ടാനുള്ള പണം സമ്മർദ്ദം ചെലുത്താതെ തന്നെ കൈവശമെത്തും. ഗാർഹിക അന്തരീക്ഷം ഒട്ടൊക്കെ തൃപ്തികരമാകും. വീട് മൂടി പിടിപ്പിക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലെ ഉയർന്ന നേട്ടം പുത്തൻ ഉണർവ് പകരുന്നതാണ്. തീർത്ഥാടനത്തിന് അവസരമുണ്ടാകും. ദൈവിക സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഹൃത്ത് സമാഗമങ്ങൾ സാധ്യമാകും. ബന്ധുഭവനം സന്ദർശിക്കും. കാര്യങ്ങളിൽ ആലോചനാപൂർവമായ തീരുമാനം ഉണ്ടാകും. ഒറ്റയ്ക്ക് ലക്ഷ്യം നേടാൻ മാനസികമായ സന്നദ്ധത പുലർത്തും.
ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനാകും. കച്ചവടത്തിൽ ലാഭം കുറഞ്ഞേക്കാം. മറ്റു പല മേഖലകളിൽ നിന്നും ധനം വന്നുചേരും. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് സമ്മിശ്രമായ പ്രതികരണം ആയിരിക്കും. ആഴ്ച ആദ്യ ദിവസങ്ങൾക്ക് മെച്ചം കുറവായിരിക്കും. മറ്റ് ദിവസങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. വാക്കിൽ ശ്രദ്ധയും കർമ്മത്തിൽ പുരോഗതിയും ഉണ്ടാകും. പ്രാസംഗികർക്കും പാട്ടുകാർക്കും അനുകൂല സമയമാണ്. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ധനയോഗമുള്ള വാരമായിരിക്കും. വരവ് പോലെ തന്നെ ചെലവും പ്രതീക്ഷിക്കാം. ശാരീരികമായ അവശതകളെ മനോബലം കൊണ്ട് നേരിടും. കഠിനമായിട്ടുള്ള ചുമതലകൾ പോലും സ്വയം നിർവഹിക്കാൻ തയ്യാറാകും. പുതുതലമുറയെ ഒപ്പം ചേർത്ത് നിർത്തുന്നതിൽ ഔത്സുക്യം കാട്ടും. ബന്ധു സന്ദർശനവും ഇഷ്ടഭക്ഷണ യോഗവും ഉണ്ടാകും. യാത്രാക്ലേശം അനുഭവപ്പെടും. മനസ്സിനിണങ്ങിയ വ്യക്തികളുടെ സാമീപ്യം ലഭിക്കും. ശുഭവാർത്തകൾ തേടിയെത്തും. ചില കലഹ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ആത്മസംയമനം അനിവാര്യമായി വരും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ കാര്യങ്ങളിലും പ്രസന്നഭാവം പുലർത്തുവാൻ കഴിയും. സുഹൃത്തുക്കളുടെ വാക്കുകൾ ഗൗരവബുദ്ധിയോടെ കേൾക്കും. ഗവേഷണ രംഗം ത്വരിതപ്പെടുത്തുവാൻ ശ്രമം ആരംഭിക്കും. കലകളോടുള്ള താൽപ്പര്യം വർദ്ധിക്കും. കായിക രംഗത്ത് തീവ്ര പരിശീലനത്തിന് സന്ദർഭം ഉണ്ടാകും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യം വന്നുചേരും. സാമ്പത്തിക വിനിയോഗത്തിൽ ജാഗ്രത അനിവാര്യമാണ്. പുതിയ വാഹനം വാങ്ങുവാനുള്ള തീരുമാനം തൽക്കാലം മാറ്റിവെക്കും. കാര്യങ്ങളിൽ കരുതലും ശ്രദ്ധയും ഉണ്ടാകണം. കുടുംബകാര്യങ്ങളിൽ താളപ്പിഴകൾ സംഭവിക്കില്ല. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് ചുമതലകൾ വർദ്ധിക്കും. മനസ്സോടെ അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. തൊഴിൽ മേഖലയിൽ തൃപ്തിക്കുറവ് അനുഭവപ്പെടും. സർക്കാർ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ജാഗ്രത വേണ്ടതുണ്ട്. ദാമ്പത്യത്തിൽ പിണക്കവും ഇണക്കവും ആവർത്തിക്കും. പ്രണയികൾക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞേക്കാം. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനായി പരിശ്രമം നടത്തും. കമ്മീഷൻ ഏജൻസി മേഖലകളിൽ ധനസ്ഥിതി ഉയരുന്നതാണ്. ശത്രു അകത്തോ പുറത്തോ എന്ന സന്ദേഹം തുടരും. കഫജന്യ രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ചന്ദ്രൻ ബലവാനായി വരുന്നതിനാൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയും. അപ്രസക്ത വിഷയങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായി വരുന്നതാണ്. ബന്ധുക്കളുടെ വാക്കുകൾ തള്ളാനോ കൊള്ളാനോ കഴിയാതെ വിഷമിക്കും. തൊഴിൽ മേഖലയിൽ മെച്ചമുണ്ടാകും. ന്യായമായ ആവശ്യങ്ങൾക്കുള്ള ധനം കൈവശമെത്തും. സഹോദരങ്ങളുടെ സഹായം ലഭിക്കും. ഊഹക്കച്ചവടത്തിലും ഓഹരി വ്യാപാരത്തിലും കരുതൽ വേണം. ചൊവ്വ 7-ാം ഭാവത്തിൽ തുടരുന്നതിനാൽ ദാമ്പത്യത്തിൽ സൗഖ്യം കുറയുന്നതാണ്. പ്രണയികൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് പ്രവർത്തനങ്ങളിൽ വിജയം എളുപ്പമായേക്കില്ല. പല കാര്യങ്ങളിലും അവസാന നിമിഷമാവും ഫലം ലഭിക്കുക. അപ്രതീക്ഷിതമായ യാത്രകളും വേണ്ടിവരും. ചെലവുകളും അധികരിക്കാൻ സാധ്യതയുണ്ട്. കുംഭക്കൂറുകാർക്ക് ഉദ്യോഗത്തിൽ നേട്ടങ്ങൾ വന്നെത്തുന്നതാണ്. ബിസിനസ് ലാഭകരമാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഏകാഗ്രത പുലർത്തുന്നതാണ്. ശത്രുപക്ഷത്തെ പ്രതിരോധിക്കുക എളുപ്പമാകും. പൊതുവെ നക്ഷത്രനാഥനായ ചൊവ്വ നീചരാശിയിൽ വക്രഗതിയിൽ തുടരുന്നതിനാൽ ആകസ്മികമായ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻപ് തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അനായാസം നേടാൻ കഴിയും. വ്യാപാരികൾക്കും വ്യവസായികൾക്കും വിൽപ്പനയിൽ ഉയർച്ചയും ലാഭവും ഉണ്ടാകും. കിട്ടാക്കടം ഭാഗികമായെങ്കിലും കിട്ടാനിടയുണ്ട്. മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയിക്കുന്നതാണ്. നറുക്കെടുപ്പ്, ചിട്ടി, ലോട്ടറി മുതലായവയിലൂടെ ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കളുടെ ഇടയിൽ സ്വീകാര്യത വർദ്ധിക്കും. സംഘടനകളിൽ അനിഷേധ്യമായ സ്ഥാനം കൈവരുന്നതാണ്. അധിക ചെലവിനും അലച്ചിലിനും സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വീട് മൂടി പിടിപ്പിക്കുകയോ വാഹനം മാറി വാങ്ങുകയോ ചെയ്യും.
പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല നിലയ്ക്കും സംതൃപ്തി അനുഭവപ്പെടുന്ന വാരമാണ്. ന്യായമായ ആഗ്രഹങ്ങൾ തടസ്സം കൂടാതെ സഫലമാകും. ഭാവിക്കുതകുന്ന നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയും. കലാമത്സരങ്ങളിൽ വിജയിക്കുന്നതാണ്. ഭോഗസുഖം ലഭിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിച്ചേക്കാം. മുഖ്യ തൊഴിലിനോടൊപ്പം അനുബന്ധ തൊഴിലിൽ നിന്നും സാമ്പത്തിക ലാഭം ലഭിക്കുന്നതാണ്. സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകും. ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാവിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തീരുമാനമെടുക്കും. അവ നടപ്പിൽ വരുത്തുന്നതിന് കുടുംബാംഗങ്ങളുടെ സഹായം തേടുവാനും മടിയുണ്ടാകില്ല. സാമ്പത്തിക വരവ് സന്തോഷകരമാകും വിധം വർദ്ധിക്കും. കിടപ്പ് രോഗികൾക്ക് സമാശ്വാസം ലഭിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി മാറുന്നതിനെപ്പറ്റി ആലോചിക്കും. വായ്പകൾക്കുള്ള അപേക്ഷ പരിഗണിക്കപ്പെടും. സ്വത്ത് തർക്കം പരിഹരിക്കാൻ വിശ്വസ്തരായ മധ്യസ്ഥരെ ചുമതല ഏൽപ്പിക്കും. പൊതുവെ എല്ലാ ദിവസങ്ങളിലും കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആലസ്യം വിട്ടുമാറും. കർമ്മമേഖലയിൽ ഉന്മേഷപൂർവ്വം പ്രവർത്തിക്കുവാൻ കഴിയും. സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. ചെറുകിട സംരംഭകർക്ക് ബിസിനസ്സിൽ നിന്നും ലാഭം അധികരിക്കും. സഹപാഠികൾക്കൊപ്പം ആദ്യകാല ഗുരുക്കന്മാരെ സന്ദർശിക്കുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലാകും. അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിലെ ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുക്കാനാകും. ബന്ധുക്കളുടെ നിർബന്ധ ബുദ്ധി പലപ്പോഴും വിഷമിപ്പിച്ചേക്കും. കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾക്കായി അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരുന്നതാണ്. ധനപരമായ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടില്ല. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.